ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു നല്ല റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പക്കോട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബൗളിലേക്ക് ഒരു കപ്പ് 250 ml കപ്പിൽ ഒരു കപ്പ് ക്യാബേജ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിലേക്ക് ഇനി ഒരു 1/4 കപ്പോളം ഓനിയൻ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് ക്യാരറ്റും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് പൊട്ടറ്റോയും കൂടി ചേർക്കുക. അത് ഇടയ്ക്ക് മിസ്സായി പോയതാട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, നോർമൽ റെഡ് ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനോടൊപ്പം തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഒരു മുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മുട്ട ഒഴിവാക്കിക്കോളൂ, അതിന് പകരം വെള്ളം ചേർത്താൽ മതി, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കൂടെ ഒരു മുട്ടയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ബാക്കി ചേർക്കാം കേട്ടോ. ഇതാ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ കുറച്ചും കൂടി വേണം. അപ്പോൾ ഞാൻ ബാക്കി 4 ടേബിൾ സ്പൂൺ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒരു 3 ടേബിൾ സ്പൂണോളം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ബാക്കിയോടെ വെച്ചിട്ടുണ്ട്. ഫൈനൽ അവസാനം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ്, അല്ലെങ്കിൽ ഗരം മസാല നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്, കുഴച്ച് വന്നപ്പം കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, അപ്പോൾ കുറച്ചൊന്നും കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് കട്ടിയും ആവരുത്, എന്നാൽ ഒരുപാടങ്ങ് ലൂസും ആവരുത്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് ചെയ്തെടുക്കാൻ. എങ്കിലേ ആ നല്ല കറക്റ്റ് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് കട്ടിയായി പോകും. മൈദ കൂടിക്കഴിഞ്ഞാൽ മൈദേൻ്റെ ടേസ്റ്റായി പോകും. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ ഇല്ലേ, ഒരു ടേബിൾ സ്പൂണുകൊണ്ട് ബാക്കിയുണ്ടല്ലോ, ഒരു 1/4 കപ്പാണ് വെച്ചിരുന്നത്. അപ്പോൾ അതിലൊരു 1 ടേബിൾ സ്പൂണോളം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിനകത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, നല്ല അപ്പോൾ കറക്റ്റ് ആ ഒരു മിക്സായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പിടിയോളം മല്ലിയിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. ഒരുപാട് കട്ടിയാവണ്ട, എന്നാൽ ഒരുപാട് ലൂസും ആവരുത്. അങ്ങനെ നമുക്കൊരു പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ മൈദ ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ മൈദേൻ്റെ ടേസ്റ്റായി പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇതൊരു ചീനിച്ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ പൊരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓരോന്ന് വെച്ചിട്ട് എടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ വെജിറ്റബിൾസ് എല്ലാം അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ മൈദ അങ്ങ് ഓവറായി പോവുകയില്ല. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ. കഴിക്കുമ്പോൾ ആ വെജിറ്റബിൾസ് തന്നെയാണെന്ന് തോന്നുള്ളൂ. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ എൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചിടാം കേട്ടോ. അപ്പോൾ ഒരു പാടുമില്ല, പൊഴിഞ്ഞു പോകുന്നൊന്നും വിചാരിക്കേണ്ട. നല്ല ഈസി ആയിട്ട് തന്നെ തിരിച്ചിടാൻ പറ്റും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പൊരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. അങ്ങനെ പൊഴിഞ്ഞൊന്നും പോവുകയില്ല, സൂപ്പറായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനീ പറഞ്ഞ ഐറ്റങ്ങൾ എല്ലാം ഒന്നും ഇല്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ കാണില്ലേ വീട്ടിൽ, അപ്പോൾ അതേതെങ്കിലുമൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഏത് വെജിറ്റബിൾ ആണെങ്കിലും ഒരു പ്രശ്നമില്ല, നന്നായിട്ട് തന്നെ കിട്ടും. ആ ഒരു രീതിയിൽ നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ.
ദാ നമ്മുടെ പൊരിപ്പ് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ദാ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാ വെജിറ്റബിൾസ് ആണെന്ന് തന്നെ പറയുള്ളൂ. ഇതിനകത്തിൽ മൈദ ചേർത്തിട്ടുണ്ടെന്ന് പോലും തോന്നില്ല. അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ചൂടോടെ തന്നെ കഴിച്ചു നോക്കുക. അപ്പോൾ ഇന്നത്തെ ചായൻ്റെ കൂടെ കഴിക്കാൻ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഏത് വെജിറ്റബിൾ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.